ഹലോ ഫ്രണ്ട്സ്, ഐ എം ഡോക്ടർ സിത്താര. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗർഭിണികൾക്ക് ഉണ്ടാവുന്ന വെജൈനൽ ഡിസ്ചാർജ്, അത് ഏതാണ് നോർമൽ ആയിട്ടുള്ള വെജൈനൽ ഡിസ്ചാർജ്, ഏതാണ് അബ്നോർമൽ ആയിട്ടുള്ള വെജൈനൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ഈ അബ്നോർമൽ വെജൈനൽ ഡിസ്ചാർജ് വന്നാൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഏത് ഗൈനക്കോളജിസ്റ്റിനെയാണോ കാണിക്കുന്നത് അവരെ പോയി നിർബന്ധമായി കാണിച്ച് നിങ്ങൾ ചികിത്സ നേടേണ്ടതാണ് കേട്ടോ. അപ്പോൾ നോർമൽ വെജൈനൽ ഡിസ്ചാർജ് പറഞ്ഞാൽ എന്താണ്? ലുക്കോറി, അതായത് വെള്ളപ്പോക്ക്. സാധാരണ ഏത് സ്ത്രീക്ക് ലുക്കോറി ഉണ്ടാവും. ഇനി ഗർഭിണിയാണെങ്കിൽ അതിൻ്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കും, ഇത് മാത്രം. നോർമൽ വെജൈനൽ ഡിസ്ചാർജ് ആണെങ്കിൽ വളരെ നേരിയതായിരിക്കും, അത് വൈറ്റിഷ് കളറായിരിക്കും, മിൽക്കി നേച്ചറായിരിക്കും. അതിന് പ്രത്യേകിച്ച് മണമൊന്നും സാധാരണയായിട്ട് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ മണം ഉണ്ടാവുകയാണെങ്കിൽ വളരെ ചെറിയൊരു മണമായിരിക്കും, അങ്ങനെ ഭയങ്കരമായിട്ട് അസഹനീയമായിട്ടുള്ള മണമൊന്നും ആവില്ല കേട്ടോ. പൊതുവെ മണം ഉണ്ടാവാറില്ല. ഇനി അബ്നോർമൽ ആയിട്ടുള്ള വെജൈനൽ ഡിസ്ചാർജ് ആണെങ്കിൽ അത് പച്ച കളർ അല്ലെങ്കിൽ മഞ്ഞ കളറായിരിക്കും. അതിന് ഭയങ്കര അസഹനീയമായ വൃത്തികെട്ട മണം ഉണ്ടാവും. നിങ്ങൾക്ക് വെജൈന ഭാഗത്ത്, യോനി ഭാഗത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടും, അല്ലെങ്കിൽ വെജൈന അല്ലെങ്കിൽ അതായത് യോനി റെഡിഷ് കളറായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വെജൈനൽ ഡിസ്ചാർജ് അബ്നോർമൽ ആയിട്ടുള്ള വെജൈനൽ ഡിസ്ചാർജ് ആണ്. ഗർഭിണികൾക്ക് ഇങ്ങനത്തെ വെജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് ഈസ്റ്റ് വെജൈനൽ ഇൻഫെക്ഷൻ ആണ്. ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ വെജൈനൽ ഇൻഫെക്ഷൻ ആണ്. ഗർഭിണികൾക്കാകുമ്പോൾ അത് ഈസ്റ്റ് വെജൈനൽ ഇൻഫെക്ഷൻ ആണ്. നിർബന്ധമായിട്ട് ഞങ്ങൾ ചികിത്സ നേടണം. നിങ്ങൾ ഏത് ഡോക്ടറെയാണോ കാണിക്കുന്നത് അവരെ പോയി കണ്ട് ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന വേണം. അങ്ങനെ എടുത്തില്ലെങ്കിൽ അത് നിങ്ങൾക്കും കുഞ്ഞിനും ദോഷകരമാണ് കേട്ടോ. നിങ്ങളിത് കുഴപ്പമില്ല, സാധാരണ കാര്യത്തിൽ അങ്ങനെ വിടാൻ പാടില്ല. ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഈ കാര്യത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ശരിയായ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ഈ വെജൈനൽ ഇൻഫെക്ഷൻ എടുക്കേണ്ടതാണ്. നോർമൽ സ്ത്രീക്ക് വെജൈനൽ ഇൻഫെക്ഷൻ വന്നാൽ തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുൾ ആയില്ലേ? ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു, ബൈ.